അല്ല, സംഘടനാ രംഗത്ത് അദ്ദേഹം ട്രെയിനിയാണ്. അദ്ദേഹം അറിവുള്ള ആളാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവും പ്രാപ്തിയുണ്ട്. ഇതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ സംഘടനാ രംഗത്ത് അദ്ദേഹം വലിയ സ്ഥാനങ്ങളിലൊന്നും എവിടെയും ഇരുന്നിട്ടില്ലല്ലോ. അദ്ദേഹം ഒരു ബൂത്തിൽ പോലും അദ്ദേഹം പ്രസിഡന്റായിരിക്കേണ്ടി വന്നിട്ടില്ല, ഇരിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തെ അല്പമെങ്കിലും പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്ത ഏക വ്യക്തി താങ്കളാണ്. ബാക്കിയുള്ളവർക്ക് പേടിയാണോ തരൂർ? അദ്ദേഹം വന്നാൽ അവരൊക്കെ അപ്രസക്തമായി ആർക്കും പാർട്ടിക്കകത്ത് ആർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു പാർട്ടിക്കകത്ത് ആ ഒരു പാർട്ടിയെ നയിക്കാനുള്ള കഴിവാണ് നമ്മളെ മാനദണ്ഡം. ശശി തരൂരിനെ സംബന്ധിച്ച് നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. പക്ഷേ പാർട്ടിയുടെ സംഘടനാ രംഗത്ത് ശശി തരൂറിന് അത്രയൊന്നും പാരമ്പര്യമോ പ്രജിയോ ഇല്ല. അത് മനസ്സിലാക്കണം. ഇപ്പം ഞങ്ങളൊക്കെ KPC പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് മണ്ഡലം തലത്തു നിന്ന് വളർന്നാണ് ഞാനൊക്കെ KPC പ്രസിഡന്റ് ആവുന്നത്. ഒട്ടുമിക്ക നേതാക്കന്മാരുടെയും രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്. ശശി തരൂറിന് പ്രവർത്തന രംഗത്തുള്ള പരിചയം എന്ന് പറയാവുന്നത് വളരെ വളരെ പരിമിതമാണ്. ബുദ്ധിയുണ്ട്, അദ്ദേഹത്തിന് കഴിവുണ്ട്. ബുദ്ധിയും കഴിവും കൊണ്ടൊരു പാർട്ടി ഭരിക്കാൻ കഴിയില്ല. പാർട്ടി ഭരിക്കണമെങ്കിൽ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിട്ടുള്ള തഴക്കവും പഴക്കവും അനിവാര്യമാണ്. അത് വയസ്സ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഏജ് അല്ല പ്രശ്നം. പരിചയസമ്പന്നതയാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ. പ്രായമുണ്ടെങ്കിലും ആരോഗ്യമുള്ള ഒരാൾക്ക് പാർട്ടി പ്രവർത്തനം നടത്താൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഞാനതിനെ ന്യായീകരിക്കുകയല്ല. ഇപ്പോൾ ശശി തരൂർ പാർട്ടിയിലകത്ത് ഏത് പൊസിഷനിൽ വരുന്നതിനും വ്യക്തിപരമായി ഞാൻ സ്വാഗതം ചെയ്യുന്ന ഒരുത്തനാണ്. ഞാൻ അദ്ദേഹത്തോട് തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഈ പല രംഗത്തും അദ്ദേഹത്തിന് പാർട്ടിയെ സഹായിക്കാൻ സാധിക്കുന്ന രംഗങ്ങളുണ്ട്. ആ രംഗത്തോട്ട് കടക്കണമെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് പരസ്പരം. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്, സ്നേഹമാണ്, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ എനിക്ക് എൻ്റേതായൊരു നയമുണ്ട് പാർട്ടിക്കകത്ത്. പരിചയസമ്പന്നത എന്ന് പറയുന്നത് പാർട്ടിക്ക് ഏറ്റവും അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ വലിപ്പവും വലിമയും അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ വളരെ വലുതുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടി, അതും പ്രത്യേകിച്ചിട്ടും ഇത്രയും വലിയ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ നീന്തി തുടിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രവർത്തന പരിചയം നിശ്ചയമായും അനിവാര്യമാണ്. അത് അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസും ഇത്രയും ഒരു നല്ല പ്രൊഫൈലും ഇതേപോലെ യൂത്തിനെ ഏറ്റവും കണക്ട് ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ. അയാളെക്കാളും ഈ ക്വാളിറ്റീസ് എല്ലാം 80 വയസ്സായ ഖാർഗെക്ക് ഉണ്ടെന്ന്. ഖാർഗെ ചെറുപ്പത്തിലെ പാർട്ടിൻ്റെ അകത്ത് കടന്നു വന്ന് വളർന്ന ആളുകളാണ്, സംഘടനാ രംഗത്തൂടെ വളർന്നു വന്ന ആളാണ് അയാൾ. ശശി തരൂറിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അദ്ദേഹം മറ്റൊരു ഫീൽഡിൽ നിന്ന് പാർട്ടിയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നയാളാണ്. അപ്പോൾ അദ്ദേഹം അത് പഠിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് ആവശ്യമായിരുന്നില്ല അന്ന്. അദ്ദേഹം കഴിവും പ്രാപ്തിയുമുള്ള നല്ല ഒരു ബുദ്ധിയൊക്കെയുള്ള നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ അത് രാഷ്ട്രീയത്തിൽ അതല്ല ആവശ്യം. രാഷ്ട്രീയത്തിൽ നമുക്കിപ്പോൾ ആവശ്യം പരിചയസമ്പന്നതയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം എന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടുന്നത് മുതൽ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും ഈ രാജ്യത്തിൻ്റെ വികസനവും ഈ രാജ്യത്തിന് വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും ജനഹിതമനുസരിച്ച് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളതിനെ വിലയിരുത്തുന്നത്. ഇന്നിപ്പം നമുക്ക് കോൺഗ്രസ്സിന് ആ സ്ഥാനത്തില്ല. ഇന്നിപ്പം ഇവിടെ വർഗീയ ഫാസിസം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന, പണം കൊണ്ട് ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അധീശത്വത്തിലാണ് ഇന്ന് ഇന്ത്യ. അതിനോട് ഫൈറ്റ് ചെയ്യണം, അതിനെ എതിർക്കാൻ സാധിക്കണമെങ്കിൽ സാമാന്യം കഴിവുള്ള ഒരാളുകൾക്കൊന്നും സാധിക്കില്ല. അതിൻ്റെ ഒരു തിരിച്ചറിവാണ് രാഹുൽ ഗാന്ധി എക്സ്പീരിയൻസ്ഡ് ആവാൻ നോക്കുകയാണ്. ഇപ്പോൾ ഈ ഭാരത് ജോഡോ പരിപാടി എന്താണ്? അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻ ആവാനുള്ള തുടക്കമാണത്. കേരളം കോൺഗ്രസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ പോകുന്ന ഒരു സമയമാണിത്. ആ സമയത്താണ് തരൂറിനെ പോലെ ഒരാളെയും ഖാർഗെ പോലെ ഒരാളെയാണ് നമ്മുടെ മുന്നിലുള്ള രണ്ട് ചോയ്സസ്. അതിൽ ഏറ്റവും യൂത്തിനോട് ഏറ്റവും കണക്ട് ആണ് ശശി തരൂർ ആണോ ഒരു ബെറ്റർ ചോയ്സ്, അതോ ഗാന്ധി ഫാമിലിയോട് ലോയൽറ്റി എന്നുള്ളത് മാത്രം അത് തെറ്റാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധി ശശി തരൂറിന് കോൺഗ്രസ് കുടുംബത്തോടല്ല ഗാന്ധി കുടുംബത്തോടും നല്ല ആഭിമുഖ്യവും അടുപ്പമുണ്ട്. പഴയതുപോലെ ഒന്നുമല്ല, നല്ല ബന്ധമാണ്, ഒരു ബന്ധത്തിനും കുറവില്ല. അതൊന്നും അല്ല ഇതിനകത്ത് മാനദണ്ഡം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പരിചയസമ്പന്നതയാണ് പ്രധാനം.
രാഷ്ട്രീയ രംഗത്ത് വരുന്ന ഇതുപോലെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുമ്പോൾ സംഘടനാ രംഗത്ത് വളർന്നു വന്ന ഒരാളുകൾക്ക് ഒരു പാർട്ടിയുടെ സംഘടന കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. നമ്മൾ ഏതെങ്കിലും അക്കാഡമിക് നോളജ് കൊണ്ട് ഒരു പാർട്ടിനെ ഭരിക്കാൻ കഴിയില്ല, ഒരു പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കില്ല, പാർട്ടി പ്രവർത്തകരുടെ സൈക്കോളജിക്കലായി പാർട്ടി പ്രവർത്തകന്മാരെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ അത് നടത്തി വളർന്നു വന്ന ഒരാൾക്കേ സാധിക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഒരു മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ആവാണ്ട് KPC പ്രസിഡന്റായി ഞാനിവിടെ വന്നിരുന്നാൽ എനിക്ക് ഈ പാർട്ടി കൊണ്ടുപോകാൻ സാധിക്കില്ല. ഐ എം ഷുവർ. എനിക്ക് സാധിക്കുന്നത് ഞാൻ താഴെത്തട്ടിലെ എല്ലാ പോസ്റ്റിലും ഞാൻ ഇരുന്ന് വളർന്നു വന്ന ആളാണ്. ഞാൻ സംഘടനാ ഇലക്ഷനിൽ ഞാൻ അന്നത്തെ കരുണാകരനെയും ആൻ്റണിൻ്റെയും ജോയിൻറ്റ് ഫോഴ്സിനെ തോപ്പിച്ചിട്ട് DC പ്രസിഡന്റ് ആയ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സംഘടനാ രംഗത്ത് പ്രവർത്തന പരിചയമുണ്ട്. ആ പരിചയമാണ് എന്നെ ഇവിടെ ഇരുത്താൻ സഹായിക്കുന്നതും ഇപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതും. നിശ്ചയമായി ഞാൻ സൂചിപ്പിച്ചിരുന്നു. അടുത്ത തവണ നമുക്കിത് മറ്റൊന്ന് ആലോചിക്കാം, നിങ്ങളിപ്പം മറ്റു സാധനങ്ങൾ എടുക്കണം, അത് ഞങ്ങളതൊക്കെ അതിന് ഒരുപടി സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു അഭിപ്രായ സ്ഥിരതയുള്ളവനാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹം ഒരു തീരുമാനം എടുത്താൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് അത് ശരിയല്ല എന്ന് തോന്നുന്നത് വരെ ആൾ തിരുത്തില്ല. ശശിയുടെ ഒരു പൊതു നേച്ചറാണത്. അതൊരു ക്വാളിറ്റിയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, ക്വാളിറ്റിയാണ്, ഐ അഡ്മിറ്റ് ഇറ്റ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് പ്രായോഗിക പദത്തിലേക്ക് വരില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇവിടെ വരുന്ന വിഷയം എന്ന് പറയുന്നത് പ്രായോഗിക പദത്തിൽ അദ്ദേഹത്തിന് അത് കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പുതിയൊരു ട്രെയിനി ഒരു ഫാക്ടറി വന്ന് ഏറ്റെടുത്താലുണ്ടാകാവുന്ന ഒരു അപകടം നമുക്ക് കണക്കൂട്ടിയാൽ പോരെ. തരൂർ സാർ ഇരുന്ന് അതേ ചെയറിൽ ഇരുന്നിട്ട് നമ്മളോട് സംബന്ധിച്ചിരുന്നു ഒരിക്കൽ. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട് എൻ്റെ മുന്നിൽ, കോൺഗ്രസ് മാത്രമല്ല എൻ്റെ ഒരു ഓപ്ഷൻ. അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, BJP ആണെങ്കിലും ആപ്പ് ആണെങ്കിലും GMC ആണെങ്കിലും എല്ലാവർക്കും തരൂർ ഒരു അസറ്റ് ആണ്. തരൂർ ഏത് പാർട്ടിക്ക്, കോൺഗ്രസിന് മാത്രമേ അദ്ദേഹത്തിന് ഒരു വില കൊടുക്കാത്തതായി നമ്മൾ കാണുന്നുള്ളൂ. ആ ഒരു റിയാലിറ്റി എന്താ വില കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഈ സ്ഥാനാർത്ഥിയാവാത്തത് കൊണ്ടാണോ? ഞാൻ ചോദിക്കുന്നു, ഈ പാർട്ടിക്കകത്ത് കടന്നു വന്നിട്ട് അദ്ദേഹത്തെ ഇത്രയും പെട്ടെന്ന് MP-യും ഒരു തവണയല്ലല്ലോ, ഇത്ര തവണ നമ്മൾ MP ആക്കി അദ്ദേഹത്തെ. പുറത്തുനിന്ന് വന്ന ആരെയാണ് അങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പം വന്നിരിക്കുന്ന ഒരു കമ്മിറ്റി അദ്ദേഹത്തിനല്ലേ കൊടുത്തിരിക്കുന്നത്? പാർലമെൻറ്റിൻ്റെ അകത്ത് നമ്പർ 1 റെക്കഗ്നിഷൻ അല്ലേ അത് ശശി തരൂറിനല്ലേ കൊടുത്തത്? ആ പറയുന്നത് ബാലിശമാണ് ആ വാദഗതി. അത് ഇത് കൊടുത്താൽ പോയിരുന്ന എന്താ കുഴപ്പം? പൊട്ടിക്കാൻ കഴിയണ്ടായി പോവോ? അല്ല, ഇതിപ്പോ ചങ്ങലിട്ട് കെട്ടുന്നൊന്നുമല്ലല്ലോ. അത് ഇപ്പോഴാണ് വന്നത് വേക്കൻസി, നമ്മൾ ഉണ്ടാക്കിയതല്ലല്ലോ. BJP ഗവൺമെന്റിന്റെ കീഴിലല്ലേ ഇതല്ലേ, അവരല്ലേ തീരുമാനിക്കുന്നത്. അത് വന്നപ്പോൾ ശശി തരൂറാണ് പാർലമെന്റിൻ്റെ അകത്ത് അദ്ദേഹത്തെ കൂടുതൽ നേരത്തെ, സത്യം പറഞ്ഞാൽ പറയുന്നത് ശരിയാവില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ പിന്നെ അബദ്ധം ഇപ്പോൾ ഉണ്ടാകും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പോലും അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ട്. അത് പിന്നെ നോർത്തേൺ ഒരു ലോബിയുടെ ഇത് വന്നപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് പോയി. ചൗധരിയും അദ്ദേഹവും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. CPM-ൻ്റെ സകല ഭീഷണിയും അതിജീവിച്ച് ജീവിക്കുന്ന ഒരാളാണ്. തോക്കും കൊണ്ട് അയാൾ നടക്കുന്ന നാട്ടിലവിടെ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ചൗധരി. അങ്ങനെ സാധാരണക്കാരനുമല്ല. അതുകൊണ്ട് അത് ദോഷം ചെയ്യുന്നുള്ളത് കൊണ്ടാണ് പിന്നെ അത് മാറ്റാൻ ഞാൻ. അങ്ങനെയൊക്കെ ചർച്ചകളുണ്ട്. അത് ഉന്നത സ്ഥാനത്തൊക്കെ എത്താൻ ശശി തരൂറിന് ഇഷ്ടംപോലെ പാർട്ടിക്കകത്ത് ഉന്നത സ്ഥാനത്ത് ഏത് സമയത്തും എത്താം. അത് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പാർട്ടി വിട്ടുപോകുന്ന പ്രശ്നമില്ല. അസൂയ കുറച്ചൊക്കെ ആളുകൾക്കുണ്ട്, അതൊരു സത്യമാണ്. അതുണ്ട്. ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞ തിരുവനന്തപുരം ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷന്റെ സമയത്താണെങ്കിലും അദ്ദേഹം പരാതി പറഞ്ഞതിന് ശേഷമാണ് പാർട്ടി മെഷീനറി ചെറുതായിട്ടെങ്കിലും ഒന്ന് അനങ്ങിയത്. അദ്ദേഹം 3 തവണ തിരുവനന്തപുരത്ത് ജയിച്ചതും അദ്ദേഹത്തിന്റെ ഓൺ മെറിറ്റിലാണ്, പാർട്ടി വോട്ടിലല്ല, അല്ലെങ്കിൽ സംഘടനയുടെ. അങ്ങനെ പറയരുത്, രണ്ടിൻ്റെയും കൂടെ പറ. അങ്ങനെ ഒറ്റൊന്നായിട്ട് അങ്ങ് പറയുന്നത് ശരിയല്ല. അങ്ങനെയൊന്നും ആരും ഇന്ത്യ രാജ്യത്ത് ജയിക്കുകയില്ല. വെറും വ്യക്തിത്വം കൊണ്ട് ഒരാൾ പാർലമെന്റിലേക്ക് ജയിക്കുക എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഉയർന്നേറ്റ് വരണം ഇന്ത്യ രാജ്യത്ത് ജയിക്കണമെങ്കിൽ. മനസ്സിലായില്ലേ? അത് പറയരുത്. അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, പാർട്ടിയുടെ റോളും ഉണ്ട്. പാർട്ടി ഇല്ലാതെ ശശി തരൂർ മൈനസ് പാർട്ടി എന്ന് പറയുമ്പോൾ അതേടിയൊത്തുമില്ല. നിങ്ങളെപ്പോലത്തെ ആൾ ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. രശ്മിയൊക്കെ ഉണ്ടെന്നില്ല, ആരുമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാനുമൊക്കെ അത് ആസ്വദിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തും ഏത് നല്ല സമയത്തും ദോഷമുള്ള സമയത്തുമൊക്കെ ഞാൻ കൂടെ തന്നെ ശശി തരൂർ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റേ വൈഫിൻ്റെ മരണമൊക്കെ നടക്കുമ്പോൾ ഞാനന്ന് ഡൽഹിയിൽ കൂടെ തന്നെ ആദ്യം വിട്ടുപോയത് ഞാനാണ്. അന്ന്
ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ. നമ്മളന്ന് സമ്മേളനം നടക്കുകയല്ലേ, അവിടെ നിന്നാണ് പുള്ളി അറിഞ്ഞിട്ട് ഓടുന്നത്. പിന്നെ ഞാൻ പിന്നെ പിറകെ ഞാൻ ഓടി. അപ്പോൾ അല്ല നമ്മളെ ഉള്ളത് പറഞ്ഞു. പക്ഷേ പുള്ളി വളരെ ക്ലീൻ, ഒരു ഓപ്പൺ മൈൻഡഡാണ് എല്ലാ തരത്തിലും. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ്. കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ബുദ്ധിയുണ്ട്, അതിലൊന്നും ഒരു തർക്കമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പാർട്ടീൻ്റെ അകത്ത് ഉന്നത സ്ഥാനത്തെത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് നാളെ തീരുന്ന പ്രശ്നമൊന്നുമല്ലല്ലോ ഇത്. നാളെ ഇത് പൂട്ടി നമ്മൾ താക്കോലും കൊണ്ട് പോകുന്നൊന്നുമില്ലല്ലോ കോൺഗ്രസിൻ്റെ. നമ്മൾ മത്സരിക്കുമല്ലോ, നമ്മളിവിടെ ഉണ്ടല്ലോ രാജ്യത്ത്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ശശിക്ക് കാത്തിരുന്നാൽ നല്ല നിലയിലേക്ക് കോൺഗ്രസിൻ്റെ അകത്ത് എത്തിക്കും. കോൺഗ്രസിലെ കേരളത്തിലെ തരൂർ ഇപ്പോഴും ഒരു ഔട്ട്സൈഡറാണ്. ആ ഒരു ഔട്ട്സൈഡർ ഇമേജ് 15 വർഷത്തിന് ശേഷം 3 തവണ MP ആയതിനു ശേഷവും അദ്ദേഹം ഔട്ട്സൈഡറായിട്ട് തുടരുന്നു. അതാണ് അത്. എന്താണെന്നറിയോ, അതിൻ്റെ അകത്ത് പിന്നെ ശശിയുടെ പ്രോഗ്രാമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ശശി കേരളത്തിലെ MP ആണ്. പക്ഷേ കേരളത്തിലെ മറ്റ് MP അവൈലബിൾ ആകുന്നത് പോലെ ശശിക്ക് അങ്ങനെ അവൈലബിൾ ആകാൻ പറ്റുന്നില്ല. പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓവർ ഡ്യൂട്ടി കൊണ്ടാണ്. അദ്ദേഹം ഏത് സമയത്തും അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്ത് മറ്റ് ജില്ലകളിൽ, സംസ്ഥാനങ്ങളിൽ പരിപാടിയുണ്ട്, വിദേശത്ത് പരിപാടിയുണ്ട്. വിദേശത്ത് തന്നെ അദ്ദേഹം ഒരാഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ പോകുന്നത് ആഴ്ചകളുണ്ട്. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് പ്രാദേശിക തലത്തിൽ അദ്ദേഹത്തിന് വന്നിങ്ങനെ നിൽക്കാനും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും സാധിക്കാത്ത ഒരു ചുറ്റുപാടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ശശിയിലേക്ക് അങ്ങ് എത്തിച്ചേരാൻ, നമ്മളെടുക്കൽ എത്തുന്നത് പോലെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അതൊരു സത്യമാണ്. അത് കുറച്ചും കൂടെ സമയം പുള്ളി നാട്ടിലൊക്കെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ നിന്നാൽ അതൊക്കെ ഒരു ഒറ്റ മാസം, ഒരു 5-6 മാസം കൊണ്ട് തീർത്താക്കുന്ന കാര്യങ്ങളാണ്.